അങ്ങനെ നമ്മൾ ഷിപ്പ് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. ആദ്യം തന്നെ ഓഫീസിൽ പോകുന്നതുകൊണ്ട് നമ്മൾ നേരെ മുംബൈക്കാണ് പോകുന്നത്. മുംബൈ ചെന്ന് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ദോഹയിൽ നിന്ന് കോപ്പൻഹാഗനിൽ നിന്ന് സ്കെച്ചൻ. അങ്ങനെ ഇത്രയധികം ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഷിപ്പ് ജോയിൻ ചെയ്യുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ജോയിനിങ് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം ഈ ഒക്ടോബർ മാസത്തിലെ മാതാവിന്റെ കൊന്താചരണം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അതിന്റെ ഡെക്കറേഷനാണ് ഈ കാണുന്നത്. ഡെക്കറേഷൻ പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഫംഗ്ഷനും കഴിഞ്ഞ് നമ്മൾ രാത്രി ഇതേ ഫുൾ പാക്കിംഗ് ആണ്. ഇനിയുള്ള 5-6 മാസം നമ്മൾ കപ്പലിലാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പോർക്കും മീൻകറിയും എല്ലാം കൂട്ടി നല്ലൊരു ഫുഡും കഴിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞ് മുംബൈയിൽ നമ്മൾ പോകുന്നത് ഓഫീസിൽ പോകണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് ചെന്നു. അവിടുത്തെ ഡോക്യുമെന്റേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിലേക്ക്. ഇപ്രാവശ്യം ജോയിൻ ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കൂടെ ഒരുപാട് മലയാളികളുണ്ട്. അതും വീടിന്റെ തൊട്ടടുത്തുനിന്നുള്ളൊരു ചീഫ് എഞ്ചിനീയർ. അത് കഴിഞ്ഞ് രാത്രി പഞ്ചാബ് ഗ്രില്ലിൽ നിന്ന് നല്ലൊരു ഡിന്നറും കഴിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ തൊട്ട് ഇനി ഒരു 2 days ഫ്ലൈയിങ് തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് സൗണ്ട് വിത്ത് നിധി.